വെൽക്കം ടു ഡേ 3 ഇൻ മെക്സിക്കോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്കൂബ ഡൈവിംഗ് ആണ്. അതാണ് ഇന്നത്തെ മെയിൻ ആക്ടിവിറ്റി. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഡിസ്കവറി സ്കൂബയാണ്, ബേസിക് ബിഗിനറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്തു, അടിപൊളിയായിരുന്നു. ഇതാണ് ലൊറൈൻ ആയിരുന്നു ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ. പിന്നെ എന്താ, ഞങ്ങൾ ഒരു ബോട്ടിൽ അവിടെ മിഡിൽ ഓഷനിൽ പോയി, എന്നിട്ട് അവിടെ വെച്ചിട്ടായിരുന്നു സ്കൂബ ഡൈവിങ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിച്ചു, ഒരു നാപ്പൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റെഡി ആവാൻ തുടങ്ങി. ഈവനിങ് പുറത്തൊന്ന് പോവാം, അവിടെ കുറച്ച് സ്ട്രീറ്റ്സിലൊക്കെ നടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റെഡിയായി. ഇത് നല്ലൊരു ബോഹോ സ്റ്റൈൽ ഡ്രസ്സല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ റെഡിയായി. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ സ്ട്രീറ്റ്സിലുള്ള കാഴ്ചകൾ. ഇവിടുത്തെ സ്ട്രീറ്റ്സിൽ കൂടെ നടക്കാൻ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. ആളും ബഹളവും ഒരുപാട് ഡാൻസുകളും ഷോപ്പിങ്ങും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും തന്നെ ഈവനിങ് നടക്കാനൊക്കെ പോയി. ഇതൊക്കെയാണ് പിന്നീടുള്ള കാഴ്ചകൾ. ഇവിടുന്ന് ഞങ്ങൾ നേരെ നടന്നെത്തുന്നത് ഒരു ബീച്ചിലേക്കാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബീച്ചിലെത്തി. ഒത്തിരി നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ മാത്രമല്ല കേട്ടോ, മെക്സിക്കോയുടെ തന്നെ പല സിറ്റിയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ബീച്ചിൽ വന്ന് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ കുറച്ച് ട്രൈബൽ ആൾക്കാർ ഡാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടത്. അവരവിടെ മെഡിസിനൽ ഹേർബ്സ് ഒക്കെ വെച്ച് കത്തിച്ചിട്ട് അവരുടെ ഒരു ട്രൈബൽ, ഇവർ ഇൻഡിജിനസ് മായൻ ആൾക്കാരായിരുന്നു. അവരവരുടെ ഒരു കൾച്ചറൽ ഡാൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് നടന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ ഭയങ്കര ഒരു രസമായിരുന്നു. കാരണം അവിടെ എപ്പോഴും മ്യൂസിക്കും ഡാൻസും ലൈറ്റ്സും ഫുൾ ഓൺ ആയിരുന്നു. എനിക്ക് ഒത്തിരി അവരുടെ ആ ഒരു എനർജി ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെയുള്ള ആൾക്കാരും അത് എൻജോയ് ചെയ്ത് ജോയിൻ ചെയ്യുന്നതും കണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ റിസോർട്ടിലെത്തി. നടന്ന് ക്ഷീണിച്ചതല്ലേ, ഒരു ഡ്രിങ്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാംഗോ മാർഗരീറ്റയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ആ ഡ്രിങ്ക് കുടിച്ചു. ഈ വെയിറ്റർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നേ. എനിക്കതുകൊണ്ട് എന്നോട് ചോദിച്ചു എന്ത് ഡ്രിങ്കാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ച്, എന്നിട്ട് എനിക്ക് 2-3 ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കി തന്നു. ഇറ്റ്സ് വെരി ഫ്രണ്ട്ലി. അങ്ങനെ ഞങ്ങൾ ഡ്രിങ്ക്സൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം ബാറിലിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. ഇറ്റാലിയൻ ക്യുസീനായിരുന്നു. അങ്ങനെ ഡെസേർട്ട്, ടിറാമൂസു, കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു.